യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങളാണ് നമുക്കൊപ്പമുള്ളത്. കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങളിലേക്കും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിലേക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. തങ്ങൾക്കെതിരായ ഈ അധിക്ഷേപത്തെ എങ്ങനെ കാണുന്നു കുടുംബവും പാർട്ടിയും? അല്ല, നമ്മളൊന്നും ഒരു വിമർശനങ്ങൾക്ക് അതീതമല്ല. ഇപ്പോൾ ഞങ്ങളുടെ പിതാവുള്ള സമയത്തൊക്കെ പല രീതിയിലുമുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതിൻ്റേതായ ആ പ്രാധാന്യത്തോടുകൂടി ആണ് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അത് വളരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉണ്ടായതിനു ശേഷം ഉണ്ടായ പ്രവണതയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ, അദ്ദേഹത്തോട് വിമർശനമുണ്ടെങ്കിൽ ആ ഒരു ശത്രുത അത് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് മനുഷ്യനെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ കാരണവരായ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നമ്മൾ ഗൗരവത്തിൽ കാണുകയാണ്. ഇതൊരിക്കലും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് ഒരു ഇലക്ഷൻ സമയമാണ്, ഒരു പക്ഷേ രാഷ്ട്രീയപ്രേരിതമായ ഒരു ഘടകം ഇത് ഉണ്ടായേക്കാം. പക്ഷേ ഇത് നിയമപരമായി നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ തന്നെ പരാതി പോയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ എതിരാളികൾ പിന്നിലുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കരുതുമോ? കാരണം അവർക്ക് തന്നെ ഒരുപക്ഷെ മനസ്സിലാവില്ല ഇത് കൂടുതൽ തിരിച്ചടിയാവുന്നത് ഈ പ്രചരിപ്പിക്കുന്നവർക്ക് തന്നെയാണ്. അതെ, ഇതിപ്പം ഇലക്ഷനാണല്ലോ. അപ്പോൾ അത് പലർക്കും ഇതിൽ അവരുടേതായ അജണ്ടകളുണ്ടാവും. ആ അജണ്ടകൾ നടപ്പിലാക്കാൻ ഒരു പക്ഷേ നേരിട്ട എന്ത് കാര്യങ്ങളും ഏത് വഴിയും അവർ സ്വീകരിക്കുന്നതാണ് ഈ കാലത്തെ ഒരു സംസ്കാരം. അപ്പോൾ ആ രീതിയിൽ ആരും വഞ്ചിതരാവരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കെ ടി ജലീലിനെ പോലുള്ള ഇടത് നേതാക്കളൊക്കെ പലരും ഇതിനെ തള്ളി പറഞ്ഞു രംഗത്ത്. അദ്ദേഹം വിശദമായ ഒരു പോസ്റ്റ് ഇട്ടു. വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാം, ഒന്നിച്ച് പഠിച്ചവരാണ്, ഒരിക്കലും ഇത്തരത്തിലൊരു സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എങ്ങനെ കാണുന്നു? നിങ്ങളുടെയൊക്കെ നിരന്തര വിമർശകരാണ് കെ ടി ജലീൽ. അത് സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ വായിച്ചു. അദ്ദേഹം വ്യക്തിപരമായി ഈ വിഷയത്തിൽ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ആരാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ അന്വേഷണം അതിൻ്റേതായ രീതി നടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ നമ്മുടെ ഒരു നയം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അന്വേഷണം നടത്തി അതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ആരാണോ അവരെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. ഈ രാഷ്ട്രീയ നയങ്ങൾക്കപ്പുറം എല്ലാവരും തള്ളി പറയേണ്ട രീതിയിലുള്ളൊരു അല്ലേ? അതെ, എല്ലാവരും ആരും അതിനൊരു മുഖവിലേക്ക് എടുക്കില്ല എന്നതാണ്. ഇപ്പോൾ ഇലക്ഷനായിട്ട് പോലും ഇത് ആർക്കൊക്കെ ആയുധമാക്കാമായിരുന്നു, പക്ഷെ ആരും ഇത് ആയുധമാക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹവും ഞങ്ങൾ ആ ഒരു മാന്യത കടന്നുണ്ട്. ഇത് തീർച്ചയായും അത് ഫേക്കാണ്. അതൊരു ഇതിൻ്റെ പിന്നിൽ ഒളി അജണ്ടകളുണ്ട്. ആ അജണ്ടയുടെ പിന്നിൽ ആരാണ് എന്നുള്ള അന്വേഷണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊരു രാഷ്ട്രീയ ആയുധമായി പ്രധാന എതിരാളികൾ ഉപയോഗിക്കുന്നില്ല. ജലീലിനെ പോലുള്ളവർ തള്ളിപ്പറയുന്നു. പക്ഷേ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ്. ഇതിനെ കുടുംബവും പാർട്ടിയും ഒറ്റക്കെട്ടായി തന്നെ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.